എടാ നിങ്ങൾക്ക് മന്തി പോയിട്ട് ഒരു കോലുമുട്ടായി പോലും പഠിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അത് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കളഞ്ഞല്ലോ. ആ അതൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ടാ. ഞാൻ ചാവുമ്പോഴേ സഞ്ചയനത്തിന് സദ്യ ഉണ്ടാവും. അതെൻ്റെ ട്രീറ്റായിട്ട് അങ്ങ് കരുതിയാൽ മതി. ഒന്ന് പോടാ, നീ ചത്തിട്ടോ? ആദ്യം നീ നല്ലൊരു ജോലി മേടിച്ച് കാണിക്കും, എന്നിട്ട് അതിൻ്റെ ട്രീറ്റ് ഞങ്ങൾക്ക് ഇതാ. അതെ, ബാക്കി കാര്യമൊക്കെ പിന്നെ നോക്കണം. ആ എടാ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അരുണോ? അവനെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലണ്ണ, ഞങ്ങളമ്മ ഒരുമിച്ച് പഠിച്ചതാ. പക്ഷേ അതെന്നാടാ ഒരു പക്ഷേ. ഇടയിറക്ക കൊലയെന്ന് കൈ എടുത്തിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എൻ്റെ അണ്ണ, ഞങ്ങൾ ഓരോ തവണ വെളിയിൽ പോകുമ്പോഴും അവൻ്റെ ചിലവെല്ലാം ഞങ്ങളാണ് വഹിക്കുന്നത്. അവനൊരു ജോലിയില്ല, ഒരു കൂലിയില്ല. 1-2 തവണയാണ് പോട്ടെന്ന് വിചാരിക്കുക. ഇത് എപ്പോഴും ആയത് എങ്ങനെയാണ് ശരിയാകുന്നത്? സത്യത്തിൽ അവൻ ഞങ്ങളെ ഒഴിവാക്കിയാണോ ഞങ്ങൾ അവനെ ഒഴിവാക്കിയാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്നാണേലും പഴയ പോലെയല്ല. എടാ, നീയൊക്കെ എത്ര നാൾ തോളെ കൈയിട്ട് നടന്നതാണ്. പൈസ ഇല്ലെന്ന് കരുതി അവനെ ഒഴിവാക്കിയത് ശരിയായില്ല. അല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കൂട്ടുകാരെന്തിനാ നിന്നിങ്ങനെ മാറ്റി നിർത്തുന്നേ? എടി അവരായിട്ട് മാറ്റി നിർത്തുന്നതല്ലടി, ഞാനായിട്ട് അങ്ങ് ഒഴിഞ്ഞ് മാറുന്ന. എന്തിന്? എടി സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ലാത്ത ഞാൻ എത്ര നാളാണ് അവരെ ഓസി ജീവിക്കുന്നത്. പിന്നെ അവർ ഓരോ തവണ ബില്ലടയ്ക്കുന്നതോടെ ഞാൻ നിന്ന് ഉരുകുക. ഒരു സമയത്തെ ഞങ്ങൾ ഒരു കണക്ക് നോക്കാതെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ കയറുമ്പോഴേ ഞാൻ എൻ്റെ പേഴ്സിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കിയിട്ടേ ഞാൻ അവരോട് കൂടാറുള്ളൂ. എന്നായാലും അവരെന്നെ ഒഴിവാക്കിയില്ലേ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഗുണം? എടി പട്ടിണി കിടന്നാലും കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നില്ല. അതെന്നാണെന്നറിയോ? ആദ്യമൊക്കെ ഒരു ദിവസം കണ്ടില്ലല്ലോ അവന്മാർ തിരക്കി വരുമായിരുന്നു, ഇല്ലേ ഫോണെങ്കിലും വിളിക്കുമായിരുന്നു. ഇപ്പം അന്വേഷിക്കാറ് പോലും ഇല്ല. ഓ, അമ്മര് പോട്ടെ, ഞാനില്ലേ കൂടെ. അഞ്ജലി, ഒരുത്തൻ അഡ്ഡപ്പടലം തെണ്ടി കുത്തുവാള എടുത്തിരിക്കുമ്പോഴേ അവന് പണത്തേക്കാൾ കൂടുതൽ നഷ്ടം തോന്നുന്നത് അവൻ്റെ കൂട്ടുകാരെ ആയിരിക്കും. അവിടെ നമ്മുടെ അരുണ് മരിച്ചില്ലേ, ഞാൻ അവിടം വരെ എത്തിയതാണ്. ഞാൻ കയറിയിട്ട് വിളിക്കാം. ശരി എന്നാൽ. എന്നാ പറ്റി? ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളെന്നാ കയറിയില്ലേ? ഇങ്ങനെ കാണാൻ പറ്റുവാണോ ഞങ്ങൾക്ക്? കയറി കാണടാ അവനെ. ആണെന്നല്ലേ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം തോളത്തെ കൈയിട്ടതാണെന്നല്ലേ ആ ഓർമ്മ മതി. ഇല്ലടാ, അത് മതി.